മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയിൽ 8 നോയമ്പിൻ്റെ സമാപന ദിവസമായ ഇന്ന് റാഫേൽ തട്ടിൽ പിതാവ് ദീപബലി അർപ്പിക്കുന്നു. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. പ്രകീർത്തനം ആലപിക്കാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളവും കൂടെ കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടം. മൂന്നാം ദിവസം കാനായിലൊരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായിട്ടുള്ള കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വത്സല പിതാവ് അഭിമന്യ ജോസ് പുളിക്കൽ പിതാവേ, പ്രിയപ്പെട്ട ഷമാശന്മാരെ, പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള വാത്സല്യമുള്ള പിതാവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ മാതാവിൻ്റെ ജന്മ പെരുന്നാൾ കൊണ്ടാടാനായിട്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, ഒരുപാട് ആനന്ദത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയിട്ടാണ് അക്കരപ്പള്ളിയിലെ മുത്തിയമ്മയുടെ ജന്മത്തിരുനാളിന് ഈ കുർബാനയ്ക്ക് നേതൃത്വം വഹിക്കാനായിട്ട് ഞാനിവിടെ സന്നിഹിതനാകുന്നത്. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്നതിൽ വിട്ട് ആയിരങ്ങൾ അഭയം തേടി വരുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ സഭയെയും സഭയിൽ നിർവഹിക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വത്തെയും അമ്മയുടെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, അമ്മ ഇടപെടണമേ, അമ്മേ വീഞ്ഞു തീർന്നു പോയ കൽഭരണികളിലെ അമ്മയുടെ മകനോട് പറഞ്ഞ് ഞങ്ങളുടെ കണ്ണുനീര് വീഞ്ഞാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാനാണ്. എന്നെ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ വന്നുവെന്ന് നിങ്ങളാരും കരുതരുത്. ഞാനിവിടെ വന്നപ്പോൾ അന്ന് തന്നെ വികാരിച്ചനോട് പിതാവിനോട് പറഞ്ഞിരുന്നു, അക്കരപ്പള്ളിയിലെ എനിക്ക് മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ സന്നിഹിതനാകണമെന്നൊരാഗ്രഹമുണ്ട്. അമ്മയുടെ തൃപ്പാദങ്ങളിൽ കണ്ണുനീരോടുകൂടി സഭയുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാനാണ്. ബഹുമാന്യനായിട്ടുള്ള പിതാവ് എന്നെ അതിനനുവദിക്കുകയും
ഇന്നിവിടെ സന്നിഹിതനാകുകയും ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് പിതാവിനോട് കടപ്പാടുണ്ട്. ഞാൻ ഏറെ കൃതാർത്ഥതയോടെ പിതാവിനോട് കൃതജ്ഞത പറയുകയാണ്. തോമസ് ലീഹായുടെ പൈതൃകം പേറുന്ന ഒരിടമാണ് നിങ്ങൾക്കറിയാം നിലയ്ക്കൽ. നിലയ്ക്കല് കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ നമ്മുടെ കാരണവന്മാര് എല്ലാം ഉപേക്ഷിച്ച് അവിടുന്ന് വിട്ടുപോരേണ്ടി വന്നു. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ കഥ അറിയാം. ഞാനതേക്കുറിച്ചൊന്നും നിങ്ങളോട് വിസ്തരിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ നിങ്ങൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ അവരെല്ലാം നഷ്ടപ്പെട്ട് ഓടിപ്പോരുമ്പോൾ മറക്കാതെ മാറോട് ചേർത്ത് പിടിച്ചത് ഈ മുത്തിയുടെ തിരുസ്വരൂപമായിരുന്നു. ഈ അമ്മയായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് വഴികാട്ടി. ഇന്നത്തെ സുവിശേഷത്തിലെ കാനായിലെ കല്യാണം വരുന്ന എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കുന്നു മക്കളെ. ഈശോയുടെ ആദ്യത്തെ അത്ഭുതമാണത്. അത് കാനായിൽ വെച്ചാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ വിവരണം ആരംഭിക്കുന്നത് 3-ാം ദിവസം എന്ന് പറഞ്ഞിട്ടാണ്. ഫുൾട്ടൻ ജീഷ്യൻ, അമേരിക്കക്കാർക്ക് പ്രിയങ്കരനായിട്ടുള്ള വചനപ്രഘോഷകൻ, അതേക്കുറിച്ച് പറയുന്നത് നമ്മുടെ ക്രൈസ്തവ വിളിയുടെ 3 ദിവസങ്ങളുടെ സൂചനയാണത്. അത് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ രഹസ്യത്തിലുള്ള നമ്മുടെ കൂട്ടുപങ്കാളിത്തത്തിൻ്റെ പ്രതീകമാണ്. 3-ാം ദിവസം അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, അവർ അന്യായമായിട്ട് അവനെ വിധിക്കപ്പെട്ട രാത്രിയിൽ കുരിശിൽ മരിച്ച് അവസാനിച്ചു എന്ന് കരുതി ചീട്ട് ചിന്തിയപ്പോൾ പാവപ്പെട്ട സ്ത്രീകള് സാപത്ത് കാരണം കല്ലറയിൽ സുഗന്ധദ്രവ്യങ്ങൾ വെച്ചതിൻ്റെ കുറവ് തീർക്കാൻ ആഗ്രഹത്തോടുകൂടെ ചെന്നപ്പോൾ ഇവിടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു: ആരാണ് ഈ കല്ലുരുട്ടി മാറ്റുക? അവർ ചെന്നപ്പോൾ കണ്ടത് ഉരുട്ടി മാറ്റപ്പെട്ട കല്ലും തുറക്കപ്പെട്ട കല്ലറയുമാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, എന്നൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിലെ 3 ദിവസങ്ങളുടെ പ്രതീകം അർത്ഥവത്താകുന്നത്, അന്നൊക്കെ നിങ്ങൾക്ക് ഒരു വാഗ്ദാനമുണ്ട്. അതൊന്നിൻ്റെ അവസാനമല്ല, ഉത്ഥാനത്തിൻ്റെ കാഹളനാദമാണ്. നിങ്ങൾ കർഷകരാണ്, നിങ്ങൾ കുടിയേറ്റക്കാരാണ്, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹം കടന്നു പോകുന്ന വലിയ പ്രതിസന്ധികൾ ഞാൻ വാക്കുകൾ കൊണ്ട് പറയാതെ തന്നെ നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കാർഷിക വിളകൾക്ക് വിലയില്ലാത്തൊരു കാലഘട്ടം. എത്ര പണിയെടുത്തിട്ടും ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത വിധത്തിലെ കടൽക്കരയിൽ നിൽക്കുന്ന അനുഭവം. നിങ്ങൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടില്ലേ, കർത്താവ് എന്താണിത്, എങ്ങോട്ടാണ് പോകുക? കണ്ണുനീരിന്റെ 3 ദിവസങ്ങൾ. ഈ കണ്ണുനീരിന്റെ 3 ദിവസങ്ങള് കർത്താവിന്റെ പീഡാനുഭവ രഹസ്യങ്ങളിലുള്ള നമ്മുടെ കൂട്ടുപങ്കാളിത്തത്തിലേക്കുള്ള വിളിയാണ്. നമ്മള് സഹനങ്ങൾ കാണുമ്പോൾ പകയ്ക്കാറുണ്ട്, ഇതെന്ത് ഇങ്ങനെ എന്ന് ചോദിക്കാറുണ്ട്, എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടതെന്ന് മനസ്സിൽ കരുതാറുണ്ട്. ഇവിടെയാണ് കാനായിലെ കുടുംബത്തിന്റെ കഥ പറയുന്നിടത്ത് ആദ്യമായിട്ട് യോഹന്നാൻ ശ്ലീഹ കൂട്ടിച്ചേർത്തു 3-ാം ദിവസം. ഈ 3-ാം ദിവസത്തിന്റെ പ്രതീകത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒറ്റിക്കൊടുക്കപ്പെടുന്ന രാത്രികളുണ്ട്. നമ്മുടെ ദാമ്പത്യ ജീവിതത്തില് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, മരണം വരെ ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ്
കർത്താവിന്റെ മുമ്പിൽ കരം കോർത്തവര്, വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈതൊട്ടവര്, രജിസ്റ്ററിൽ ഒപ്പിട്ടവര്, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി വേർപിരിയുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രതിസന്ധിയാണിത്. എന്തു പറ്റി എന്ന ചോദ്യത്തിന് ഞാനും നിങ്ങളും മറുപടി പറയേണ്ട ഒരു വലിയ ദിശാസന്ധിയുണ്ട്. നമ്മുടെ പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ 3 ദിനങ്ങളിലുള്ള കൂട്ടുപങ്കാളിത്തമാണ്. 3-ാം ദിവസം നമുക്കൊരു പീഡാനുഭവത്തിൻ്റെ അനുഭവങ്ങളുടെ വഴികളുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പണിയെടുത്ത് കാശുണ്ടാക്കുന്നതിനേക്കാൾ പണിയെടുക്കാതെ കാശ് കിട്ടുന്ന വല്ല ലോട്ടറി കിട്ടണമെന്നാണ്. മുതുക് തല്ലി പണിയെടുത്ത് പണമുണ്ടാക്കാൻ നമ്മുടെ കാർന്നവന്മാര് നടത്തിയൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടമാണ് കാഞ്ഞിരപ്പള്ളിയുടെ ഈ മലർവാടിയുടെ പിറകിലുള്ള കണ്ണുനീരിന്റെ കഥ. 3-ാം ദിവസം ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി, അന്യായമായിട്ട് വിധിക്കപ്പെട്ട രാത്രി, ഹെറോദോസ് ഉപേക്ഷിക്കുന്നു, പീലാത്തോസ് പേടിക്കുന്നു, ശിഷ്യന്മാർ ഉപേക്ഷിച്ച് മാറുന്നു, ആരും കൂടെ ഇല്ലാത്ത ഒറ്റപ്പെട്ട രാത്രി. ഈ 3-ാം ദിവസം നമ്മളെ ഭയപ്പെടുത്തരുത് മക്കളെ, ഒരിക്കലും നമ്മളെ ഭയപ്പെടുത്തരുത്. നമ്മൾ ധീരരാകണം. ഈ 3 ദിവസങ്ങൾക്ക് അർത്ഥമുണ്ട്. അത് ഉത്ഥാനത്തിൻ്റെ കൊടികയറ്റമാണ്. അത് ഉത്ഥാനത്തിലേക്കുള്ള കർത്താവിൻ്റെ കരന്തരലാണ്. നീ എൻ്റേതാണ്, ഞാൻ നിനക്ക് സ്വന്തമാണ്, നീയും ഞാനും ഒന്നാണ്. ഇവിടെ വീഞ്ഞ് തീർന്നു പോയ ഒരു കുടുംബത്തിന്റെ കഥയാണ്. എത്ര വലിയ നാണക്കേടാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വിളമ്പുന്ന സദ്യയില് പന്തിയിലിരിക്കാൻ ആളുകൾ കാത്തു നിൽക്കുമ്പോൾ ഒരുക്കിയ ഭക്ഷണം തീർന്നു പോകുന്ന ഒരു കുടുംബം കടന്നു പോകുന്ന ഒരു ദുരന്തമുണ്ട്. ആ ദുരന്തമുണ്ടല്ലോ, ഇത് മാനക്കേടാണ്. എല്ലാവർക്കും തികയുമെന്ന് കരുതിയിട്ടാ എല്ലാം ഒരുക്കിയത്. പക്ഷേ അറിയാൻ പാടില്ല, കൂടുതൽ കഴിച്ചത് കൊണ്ടാണോ, കൂടുതൽ വിളമ്പിയത് കൊണ്ടാണോ, ഇനിയും പന്തിയിലിരിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വിളമ്പാൻ ഭക്ഷണമില്ലാതെ വരുന്ന ഒരു മാനക്കേടിന്റെ ഹിമാലയൻ കൊടുമുടിയുണ്ട്. വസ്ത്രമുടുത്ത നമ്മള് നഗ്നരാക്കപ്പെടുന്ന, പച്ചയാക്കപ്പെടുന്ന ഒരു ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഭവം. അവിടെയാണ് എല്ലാവരും മാറി നിന്ന് പരിഹസിക്കുമ്പോൾ, മാറി നിന്ന ആളുകളെ കളിയാക്കുമ്പോൾ, എടോ വിളിച്ചിട്ട് വിളമ്പാനില്ലെങ്കിൽ എന്തിനാണോ താൻ ഈ പത്രാസ് കാണിച്ചത് എന്ന് പരിഹസിക്കുന്ന നിമിഷത്തിൽ അവിടെ ഒരു അമ്മ കടന്നു വരികയാണ്. അമ്മ ആ ദുഃഖം കണ്ടിട്ട്, ആ കുടുംബത്തിന്റെ വലിയ സങ്കടവും സംഘർഷവും കണ്ടിട്ട് അമ്മ മകന്റെ മുൻപിൽ പറയുകയാണ്, മകനെ വീഞ്ഞ് തീർന്നു പോയി, മകനെ വീഞ്ഞ് തീർന്നു പോയി. എൻ്റെ മുൻപിലിരിക്കുന്ന മാതാപിതാക്കളോടും യുവജനങ്ങളോടും കുഞ്ഞുങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, എന്നൊക്കെയാണോ വീഞ്ഞ് തീർന്നു പോകുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അന്നൊക്കെ നിങ്ങള് വിളിക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അത് അമ്മയുടെ കാൽപാദങ്ങളെ കെട്ടിപ്പിടിക്കാനുള്ള സന്ദർഭമാണ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ കാരണവന്മാര് നിലയ്ക്കിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിട്ടുപോരുമ്പോൾ ഒരു വിട്ടുകൊടുക്കാതെ കാത്തു സൂക്ഷിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരമ്മയുടെ തിരുസ്വരൂപമുണ്ട്.
അതാണ് അക്കരപ്പള്ളിയുടെ സർവസ്വം. പ്രതിസന്ധികളുടെ നടുവിൽ അമ്മ ഇടപെടുമെന്നുള്ള പ്രത്യാശ. അമ്മ ഒരു വിധത്തില് ഉത്ഥാനത്തില് കർത്താവിന്റെ കല്ലറ തേടിപ്പോയ സ്ത്രീകളുടെ സൂചനയായിട്ട് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു. കല്ലറ തേടിപ്പോയ പാവപ്പെട്ട സ്ത്രീകൾ, മഗ്ദലന മറിയവും മറ്റേ മറിയവും യേശുവിന്റെ അമ്മ, കല്ലറ തേടിപ്പോയ സ്ത്രീകള്. അവർ ചോദിച്ചു, ഒരു ചോദ്യമുണ്ട്. സാപത്തായതുകൊണ്ട് ആവശ്യത്തിന് സുഗന്ധവ്യഞ്ജനങ്ങൾ വെക്കാൻ കഴിഞ്ഞില്ല. എവിടെ നിന്ന് നമുക്കത് വെക്കാൻ പറ്റും? നമ്മൾ വാങ്ങിച്ചത് വെക്കാനായിട്ട് കല്ല് ആരാണ് ഉരുട്ടി മാറ്റുക? ആരാണ് ഈ കല്ല് ഉരുട്ടി മാറ്റുക? അവർ വന്നപ്പോൾ കണ്ടത് തുറക്കപ്പെട്ട കല്ലറയാണ്, ഉരുട്ടി മാറ്റപ്പെട്ട കബറിടമാണ്, മാലാഖമാർ കാവലിരിക്കുന്ന കർത്താവിൻ്റെ കല്ലറ. ആ ഭക്തസ്ത്രീകള് പറഞ്ഞു, ഈ കല്ലറയ്ക്കകത്ത് സാപത്തിന്റെ തിടുക്കത്തില് സുഗന്ധദ്രവ്യങ്ങൾ വെക്കാൻ മറന്നുപോയ കർത്താവിന്റെ ശരീരം നിങ്ങൾ എങ്ങോട്ടാണ് കട്ടെടുത്ത് കൊണ്ടുപോയത്? എങ്ങോട്ടാണത് മാറ്റിയത്? മനോഹരമായിട്ടുള്ള ഒരു വിളിയുണ്ട് അവിടെ. മറിയം പരിചിതമായ സ്വരം കേട്ടിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? നാഥ, കർത്താവേ, ലോർഡ്, നീ ഉത്ഥാനം ചെയ്തു എന്ന് നീ പറഞ്ഞിരുന്നു, പക്ഷെ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ദുഃഖവെള്ളിയാഴ്ചയിലൂടെ കടന്നു പോകുന്ന സർവ മനുഷ്യരും മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്നറിയാമോ? കണ്ണുനീര് അവസാനമല്ല, കടല് കടക്കുന്നതിൻ്റെ ആരംഭമാണ്. ചെങ്കടലിന്റെ മുൻപില് പെട്ട മനുഷ്യര് പിറകിൽ പറവോയുടെ കുതിരക്കുളമ്പടി കേൾക്കുന്നു, പട്ടാളത്തിന്റെ കുതിരക്കുളമ്പടി കേൾക്കുന്നു. ഈ കടല് കടന്നില്ലെങ്കിൽ ഞങ്ങൾ അവരെ വെട്ടി നുറുക്കും. മോശ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോ ചെങ്കടലിന്റെ മുകളിലേക്ക് കരങ്ങൾ ഉയർത്തിയപ്പോൾ കടല് രണ്ടായി. വഴി മുട്ടിയെടുത്ത് വഴി തുറക്കപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ ജീവിതത്തിലെ വഴിമുട്ടലിൻ്റെ ഒരു കാലഘട്ടമാണ്. പിതാവ് എന്ന മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ വഴിമുട്ടിയ ഒരു അനുഭവത്തിന്റെ നടുവിലാണ്. പക്ഷേ ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ഭയപ്പെടാത്തത് എൻ്റെ കരുത്ത് കൊണ്ടല്ല, കർത്താവിൻ്റെ കരുണ കൊണ്ടാണ്. കല്ല് ഉരുട്ടി മാറ്റുന്നത് ആരെന്ന് ചോദിച്ച സ്ത്രീകളോട് ഉരുട്ടി മാറ്റപ്പെട്ട കല്ലിന്റെ മുൻപിൽ നിന്ന കർത്താവ് മറിയമെന്ന് വിളിച്ചതുപോലെ എന്നൊക്കെയാണോ നിങ്ങൾ സങ്കടങ്ങളിലും സംഘർഷങ്ങളും കടന്നു പോകുന്നത്, അന്നൊക്കെ കർത്താവ് കൂടെയുണ്ട്. കർത്താവ് കൂടെയുണ്ട്. കനായിലെ കല്യാണ വിരുന്നിലെ കലവറ പ്രമാണി ചോദിക്കുന്ന ഒരു ചോദ്യം ഒരുപക്ഷെ വളരെ വളരെ സൂചിതാർത്ഥങ്ങളുള്ളൊരു പ്രതീകമാണ്. ഈ നല്ല വീഞ്ഞ് നിങ്ങൾ എവിടെ സൂക്ഷിച്ചു? എല്ലാവരും മേൽത്തരം വീഞ്ഞല്ല ആദ്യം വിളമ്പുക. അതിഥികൾ ലഹരി പിടിച്ച് കഴിയുമ്പോഴല്ലേ സുബോധം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് താഴ്ന്ന തരം വീഞ്ഞ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ നല്ല വീഞ്ഞ് എവിടെ സൂക്ഷിച്ചു? അവിടെ ഒരു വാചകമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയാമോ? എനിക്കറിയാൻ പാടില്ല. ആ കഥയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള താക്കോൽ വചനം അതാണ്, വെള്ളം കോരി ഭരണികൾ നിറച്ച പരിചാരകർക്കല്ലാതെ മറ്റാർക്കും അത് നിങ്ങളാണ്. എന്നൊക്കെയാണോ സംഘർഷങ്ങൾ നിങ്ങളെ നഷ്ടതയിലാക്കുന്നത്? എന്നൊക്കെയാണോ നിങ്ങൾ തളർന്നു വീഴുന്നത്? എന്നൊക്കെയാണോ നിങ്ങളുടെ രക്തം കണ്ണിലൂടെ കണ്ണുനീർ കണങ്ങളായിട്ട് വരുന്നത്?
അവൻ പീഡാനുഭവത്തിന്റെ രാത്രിയിലെ രക്തം വിയർത്തുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും കഷ്ടപ്പാടുകളുടെ നടുവിലെ കണ്ണീന്ന് ചോര ചാടുന്ന സന്ദർഭങ്ങളുണ്ട്. കാനായിലെ കല്യാണ വിരുന്നില് കർത്താവ് കണ്ണുനീരിന്റെ മുകളിലാണ് കരമുയർത്തിയത്. നാണക്കേടിന്റെ, അപമാനത്തിന്റെ, പരസ്യമായ അവഹേളനത്തിന്റെ നടുവിലാണ് ആ കുടുംബത്തിന്റെ കണ്ണുനീര്. അവിടെയാണ് അമ്മ ഇടപെടാൻ പറഞ്ഞത്. മോനെ അവർക്ക് എന്നെ കേൾക്കാൻ ഈ അക്കരപ്പള്ളിയുടെ മുറ്റത്തും അകത്തുമായിട്ടിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുണ്ട്, നിങ്ങളുടെ വീഞ്ഞു തീർന്ന കൽഭരണികള് നിറയ്ക്കാൻ നിങ്ങളുടെ കണ്ണുനീരിന് കഴിഞ്ഞാൽ അത് മധുരതരം വീഞ്ഞാക്കി മാറ്റാൻ കർത്താവ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നിയ ഒരു വായനയാണ്. അബ്രഹാമിനോട് കർത്താവ് പറയുകയാണ്, നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഞാൻ എന്നോട് പറയുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും ഞാൻ നിനക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമൂഹം കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയെ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഞാൻ എൻ്റെ വീട്ടിലെ 10ാമത്തെ കൊച്ചനാണ്. എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴേ എൻ്റെ അപ്പൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചത് കൊണ്ടാണ് അപ്പൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം നടക്കാണ്ട് പോയി. 12 അവർ വിചാരിച്ചത്. ഞങ്ങൾ ചിരിക്കുന്നത് കളിയാക്കിയിട്ടാണെന്നൊക്കെ എനിക്കറിയാം. ഇത്ര ബോധമില്ലാത്ത അപ്പനമ്മയായിരുന്നു എന്നൊക്കെ വെച്ചിട്ടല്ലേ നിങ്ങൾ ചിരിക്കുന്നത്. നിറഞ്ഞ കുടുംബങ്ങളുള്ള ഒരു സമുദായമായിരുന്നു നമ്മുടേത്. മക്കള് നമ്മുടെ സമ്പത്തെന്ന് കരുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ സഭ കൂട്ടുപങ്കാളിയാണെന്ന് പറയുന്നതിൽ നിങ്ങൾ എന്നെ ദുർവ്യാഖ്യാനിക്കരുത്. പത്രാസ് കൂടിയപ്പോൾ, പണം വർദ്ധിച്ചപ്പോൾ, സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ 3, നമുക്ക് 3. പിന്നെ പറഞ്ഞു നമ്മൾ 2, നമുക്ക് 2. ഇപ്പൊ പറയണു നമ്മളൊന്ന് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ പറയും നമുക്കില്ല, നമുക്കും വേണ്ട. കാലഘട്ടം നമ്മുടെ മുമ്പിലെ. ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയട്ടെ, 2 കാനീഷ് കുമാരി കഴിയുമ്പോൾ കേരളത്തിലെ സുറിയാനി കത്തോലിക്കന്റെ നമ്പർ ഷെഡ്യൂൾഡ് ചേർക്കാൻ പറ്റാത്ത വിധത്തില് ചെറുതായിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ വായന അതാ പറഞ്ഞത്, ഞാൻ നിനക്ക് ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെ മക്കളത്തെ. എന്നെ നോക്കിയിട്ട് കാഞ്ഞിരപ്പള്ളിക്കാരൻ ഒരു കുസൃതി ചിരിച്ചിരിക്കുന്നുണ്ട്. ഇതർത്ഥം എനിക്ക് മനസ്സിലായി. പിതാവിനതൊക്കെ പറഞ്ഞു പോകാൻ പറ്റും, നോക്കേണ്ടത് ഞങ്ങളല്ലേ. ഇതൊന്നും എളുപ്പമല്ല പിതാവ്, അല്ല മക്കളെ. മനുഷ്യൻ മക്കളോട് കാണിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ തിയോളജി ഉണ്ട്. എണ്ണം കൊണ്ട് മക്കളെ അമ്മാനാടുന്ന ഒരു മന്ത്രം. നമുക്ക് മക്കൾ വേണ്ട. മക്കളോട് നമുക്കെന്തോ ഒരു ഇഷ്ടക്കുറവ്. നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം കടന്നു പോകുന്നൊരു വലിയ പ്രതിസന്ധിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചു. നമുക്ക് കൂടുതൽ മക്കളുണ്ടാകണം. മക്കളെ നൽകുന്ന തമ്പുരാന്റെ കയ്യിൽ നിന്ന് കരം നീട്ടി സ്വീകരിക്കണം. ഇന്നലെ എൻ്റെ അടുക്കൽ ഒരു അമ്മ അപ്പൻ വന്നു, എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പറഞ്ഞു, പിതാവെ ഒന്ന് എന്നെ നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ വെട്ടിച്ചിട്ടുണ്ടാകില്ല, പക്ഷെ എന്നെ നോക്കിയപ്പോൾ 10. ഞാൻ അവരെ നോക്കി, അവരുടെ പ്രായം ഇപ്പോഴും വളരെ ചെറുതാ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ വെട്ടിക്കൂ? അവര് പറഞ്ഞു, പിതാവേ നിങ്ങൾ നിർത്തിയിട്ടില്ല കേട്ടോ, ഞങ്ങൾ നിർത്തിയിട്ടില്ല കേട്ടോ.
പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ കൈകളിലെ ഉപകരണമാണ്. ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പമെടുത്ത് വാഴ്ത്തിക്കൊണ്ട് വൈദികൻ അൾത്താരയിൽ പറയുന്നൊരു വാചകമുണ്ട്: ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി. ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി. അപ്പം കർത്താവിൻ്റെ ശരീരമായി നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? ആ വീഞ്ഞ കർത്താവിൻ്റെ തിരുരക്തമായി നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? അത് സത്യമാണെങ്കിൽ നിങ്ങളുടെ കിടപ്പറകളിലെ നിങ്ങൾ പങ്കിടുന്ന പരസ്പര സ്നേഹം വൈവാഹിക കൂദാശയുടെ കുർബാനയാണ്, വൈവാഹിക കൂദാശയുടെ ബലിയർപ്പണമാണ്. അവിടെ സ്വാർത്ഥത കാണിക്കുന്നത് അപകടമാണ്. ഈ അക്കരപ്പള്ളിയിൽ ഒരുപാട് ആളുകൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ പറയാറുണ്ട്: മക്കളില്ലാത്തവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാല് മക്കളെ കിട്ടും. മക്കൾക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു തലമുറ. കാനായിലെ കല്യാണ വിരുന്ന് വീഞ്ഞ് തീർന്നു പോയി. നമ്മൾ വീഞ്ഞ് തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണം കുറയ്ക്കല്. വീഞ്ഞ് തീർന്നു പോകാതിരിക്കാൻ നമ്മൾ മുൻകരുതലെടുക്കുക, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുകയല്ല. ഞാൻ ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു കുടുംബത്തിൽ പോയപ്പോൾ 4 മക്കളാണ്. ആദ്യത്തെ 3 മന്ദബുദ്ധികൾ. ആ വാക്ക് ഉപയോഗിക്കാൻ പാടുന്നത് പാർലമെന്ററി അല്ല, മെന്റലി ചലഞ്ച്. ആദ്യത്തെ 3. 4മത്തത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ബുദ്ധി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ 3 ഇതുപോലെ ആയപ്പോൾ ഡോക്ടർമാരോടൊന്ന് കൺസൾട്ട് ചെയ്തില്ലേ? ബയോളജിക്കലായിട്ട് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന്? ഇല്ല, ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു കർത്താവ് ഞങ്ങളുടെ കണ്ണുനീരിനെ മധുര വീഞ്ഞാക്കി മാറ്റുമെന്ന്. ഈ 4മത്തെ അതാണ്. നിർത്തിയിട്ടില്ല പിതാവേ, ഞങ്ങൾക്ക് വാശിയുണ്ട് കർത്താവിൻ്റെ കരങ്ങളിലെ ദൈവത്തിൻ്റെ വേല തുടരാൻ. അബ്രഹാമിന് കൊടുത്ത വലിയ അനുഗ്രഹമാണ്: നീ പെരുകുക, നീ വർദ്ധിക്കുക. നമ്മൾ പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥം നമുക്ക് അനുകൂലമായിട്ടുള്ളത് മാത്രം എടുക്കുകയാണ്. നീ വർദ്ധിക്കുക. 8 നോമ്പ് കൊണ്ടാടുമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ ഈശോയ്ക്ക് ജന്മം നൽകിയ വലിയ സന്തോഷത്തിൻ്റെ കൂട്ടുപങ്കാളിത്തത്തിലൂടെ നമ്മുടെ പങ്കുചേരലാണ്. ഞാൻ നിർത്തുകയാണ്. കണ്ണുനീരിനെ മധുര വീഞ്ഞാക്കാൻ കഴിവുള്ള കർത്താവ് നമുക്കുണ്ട്. മക്കളെ വളർത്താൻ പണം കരുതി വെച്ചിട്ട് എന്നിട്ട് മക്കളെ മതി എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം തമ്പുരാന്റെ പരിപാലനയെ ആശ്രയിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ കുടുംബജീവിതത്തിൽ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബങ്ങളെ വിശ്വാസത്തിൻ്റെ പരിശീലനത്തിന് നമ്മൾ സൂക്ഷിച്ച് വളർത്തണം. മാർപ്പാപ്പയെ ഞങ്ങൾ കണ്ടപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, I would like to appreciate the catechetical formation of your parents in the family. നമ്മുടെ കുടുംബങ്ങളിലെ കാരണവന്മാര് മക്കൾക്ക് കൊടുത്ത പരിശീലനമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ബലപ്പെടലിന്റെ ഏറ്റവും വലിയ വേര്. അതാണ് മൂലക്കല്ല്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല കുട്ടികളെ കാറ്റഗിസം പഠിപ്പിക്കുന്നത്. കൊണ്ടെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, അതൊക്കെ നിങ്ങൾ നിയോഗിക്കണം. പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ കൊന്ത നമസ്കാരം ചെല്ലുമ്പോൾ ലുത്തിനിയ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അന്നൊന്ന് കൈകൊണ്ട് ഞൊടിക്കും, അപ്പടി ഇരിക്കാൻ പാടുള്ളൂ. സെമിനാരി ചേർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 2 രഹസ്യം കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നമുക്ക് ഇരിക്കാനുള്ള അനുവാദം സെമിനാരിക്ക് അന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ, എല്ലാം ലഘൂകരിക്കാൻ, എല്ലാം ലളിതവൽക്കരിക്കാൻ നമ്മൾ നടത്തുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. മക്കളെ, അമ്മയുടെ തിരുനാള് നമ്മുടെ കണ്ണുനീരുകളെ കർത്താവിൻ്റെ പാനപാത്രത്തിലേക്ക് ചേർത്ത് വെച്ച്
അത് കർത്താവിൻ്റെ ശരീര രക്തങ്ങളിലേക്ക് കൂട്ടുപങ്കാളിത്തമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അക്കരപ്പള്ളിയിൽ ഈ തിരുനാൾ അനുഗ്രഹത്തിൻ്റെ വലിയ അവസരമാക്കി മാറ്റാൻ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈ രൂപതയെയും ഈ രൂപതയിലെ സർവ്വനിയോഗങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അമ്മ ഏറ്റെടുത്ത് കർത്താവിൻ്റെ മുൻപിൽ ചെന്ന് പറയട്ടെ, മകനെ അവർക്ക് വീഞ്ഞില്ല. ആമേൻ. ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മേജർ ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായി, ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായി, ഞങ്ങളുടെ പിതാവിന്റെ ഉപദേശകനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. Hallelujah.